ശിവഗിരി മഠം സംഘടിപ്പിക്കുന്ന ലോക സർവമത സമ്മേളനത്തിന് ഇന്ന് വത്തിക്കാനിൽ തുടക്കമാകും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100 പ്രതിനിധികളും ഇന്ത്യയിൽ നിന്നടക്കമുള്ള ജനപ്രതിനിധികളും സന്യാസിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. ആലുവയിൽ ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ചാണ് ലോക സർവമത സമ്മേളനം. സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഇന്നലെ ശിവഗിരി മഠത്തിൽ നിന്നും യാത്ര തിരിച്ച സ്വാമിമാരുടെ സംഘത്തിന് ശിവഗിരിയിൽ ഭക്തർ യാത്രയയപ്പ് നൽകിയിരുന്നു. 3 ദിവസമായി നടക്കുന്ന സമ്മേളനത്തിന്റെ 2ാം ദിവസമായ നാളെ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ശ്രീനാരായണ പ്രസ്ഥാനത്തെയും സംബന്ധിച്ച് ഇന്ന് ശ്രദ്ധേയമായ ഒരു ദിനമായി മാറിയിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും മഹത്തായ ഒരു ലക്ഷ്യമായിരുന്നു ശിവഗിരി മഠം കേന്ദ്രീകരിച്ചൊരു സന്യാസംഘം സ്ഥാപിക്കുക. ആ സന്യാസിമാർ ഗുരുവിന്റെ ദർശനം ലോകമൊട്ടാകെ പ്രചരിപ്പിക്കും. അങ്ങനെ ഗുരുസന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ ഇന്ന് നമ്മളിവിടെ വത്തിക്കാനിലേക്ക് പോകുവാനുള്ള ഒരുക്കത്തിലാണ്. ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ നടത്തിയ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി പ്രമാണിച്ച് ലോകപ്രസിദ്ധമായ ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആത്മീയ കേന്ദ്രമായ ക്രിസ്തുദേവന്റെ പ്രതിപുരുഷനായി കണക്കാക്കപ്പെടുന്ന അഭിവന്ദ്യനായ മാർപ്പാപ്പ തിരുമേനിയുടെ സന്നിധാനത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടിയാണ് നാം ഈ സർവമത സമ്മേളനം നടത്തുന്നത്.